അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ നമ്മൾ പറയുന്ന ഈ ഇസ്ലാമിൻ്റെതായിട്ടുള്ള മേന്മ നിങ്ങൾ തള്ളിമറിക്കുന്നത് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു വാർഡിൽ, ഒരു പഞ്ചായത്തിൽ നടക്കുന്നതായിട്ട് നിങ്ങളൊന്ന് കാണിച്ചതാണ്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമം നിങ്ങൾ നടപ്പിലാക്കിയിട്ട് ആ നാട്ടിലെ ജനങ്ങൾ സമാധാനപൂർവ്വം ജീവിക്കുന്നത്, സന്തോഷപൂർവ്വം ജീവിക്കുന്നത് ഈ ലോകത്ത്, നിങ്ങൾ ബാക്കിയൊക്കെ വിടുക, ചന്ദ്രനും ചൊവ്വയൊക്കെ അങ്ങ് വിടൂ, ഭൂമി എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇതുപോലെ ഇസ്ലാമിക ഭരണം കൊണ്ട് ആളുകൾ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു ദേശം, ഒരു 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 കൂട്ടം ആളുകളെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു അങ്ങാടി പോലും കാണിച്ചു തരാനില്ലാത്ത സമയത്താണ് നിങ്ങൾ ഈ സംഘികളെ കാണിച്ചുകൊണ്ട് ഇവിടെ എന്തോ ഉണ്ടാക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് ഈ ഭീതി വ്യാപാരം നടത്തിക്കൊണ്ട് ഇവിടെ നിങ്ങൾ മുതലെടുപ്പിന്, രാഷ്ട്രീയ മുതലെടുപ്പിന്, ഇസ്ലാമിൻ്റെ ആ രാഷ്ട്രീയം ഇവിടെ കുത്തിയിറക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് ഇനി അനുവദിക്കാൻ കഴിയില്ല. സംഘിച്ചാപ്പ പേടിച്ചിട്ട് ഒരു കാര്യം ഇതുപോലുള്ളത് പറയാതിരിക്കുക, അതിനി ഇവിടെ സംഭവിക്കാൻ പാടില്ല. ഏതായാലും ഞാൻ അതിനെ മൈൻഡ് ചെയ്യാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകും. സംഘികളെ വിമർശിക്കുന്നിടത്ത് അത് വിമർശിക്കും, ഇസ്ലാമിനെ വിമർശിക്കുന്നിടത്ത് അതും വിമർശിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ സംഘികൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിനെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് ഇനി ഇവിടെ നടപ്പിലാക്കില്ല, അതിവിടെ പൊളിച്ച് അടുക്കി കൈ തന്നിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയുന്നത്. ഇവിടെ അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ വിഷയമാക്കുന്നത്. ഇനി നമുക്ക് തെളിവിലേക്ക് പോകാം. ഈ തെളിവ് ആരാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം ഒന്ന് ആലോചിക്കേണ്ടത്. ഇത് നമ്മൾ മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് പറയുകയാണ്. ഇവിടെ സംഘികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് സംഘികൾ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ, ആഴ്ചകൾക്ക് മുന്നേ മറ്റ് ചില സ്ഥലങ്ങളിൽ, ഇന്ത്യക്ക് വെളിയിൽ പോലും അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ വേഷ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും ഹിജാബ് നിരോധിക്കുന്ന അവസ്ഥ, അബായ പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ഹിജാബ് നിരോധിക്കുന്നൊക്കെ അവസ്ഥ നമ്മൾ കണ്ടു. അത് അങ്ങ് സൗദിയിലാണ് നടത്തി. സൗദിയിൽ പോലും അങ്ങ് സംഘികൾക്ക് പിടിയുണ്ട എന്ന് പറയുന്ന ആ ഡയലോഗ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ലോകത്ത് ഒരു കാഴ്ച. സംഘികൾ ഇങ്ങനെ വിളയാടുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇനി നമുക്ക് തെളിവ് നമുക്ക് തരാൻ പോകുന്നത് നമ്മളുടെ കുഞ്ഞു ഹുദവി, അസ്കർ അലി ഹുദവി, നിങ്ങൾക്കറിയാം. അദ്ദേഹം പഠിച്ച അതേ കോളേജും അതേ ബിരുദമൊക്കെ നേടി ഇസ്ലാമിൻ്റെ വലിയ ഒരു രക്ഷകനായിക്കൊണ്ടും ഇസ്ലാമിലെ നിയമങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ലോകമാസകല പറന്നു നടക്കുന്ന ഒരു തള്ള ഹുദവി. ആ ഹുദവി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏതാനും നാളുകൾക്ക് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. രാജ്യമൊട്ടാകെ അത് വലിയ വാർത്തയായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ ഒരു ഡോക്ടറെ തിരഞ്ഞെടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഗർഭിണിയായ ഒരു സ്ത്രീ എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുകയാണ് വിശ്വാസികൾക്ക്. ഇത് നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യം പറയാം. ഭർത്താക്കന്മാര് ശരിക്കും മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ ആരെയാ ഡോക്ടർ സ്വീകരിക്കേണ്ടത്? മുസ്ലിമത്തായ ഒരു പെണ്ണല്ലേ നിങ്ങളുടെ ഭാര്യ. നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മുസ്ലിമത്തായ ഒരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ്. ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് ചികിത്സിക്കാൻ. ഇത് തന്നെയല്ലേ താലിബാനും പറഞ്ഞത്? അപ്പോ ഇവിടെ സിംസാറുൽ ഹക്ക് ഹുദവി പറയുമ്പോൾ അത് ആഹാ, അത് താലിബാൻ പറയുമ്പോൾ അതെന്തോ മോശം കാര്യം. അതെങ്ങനെയാ ശരിയാവുന്നത്? അപ്പൊ സിംസാറുൽ ഹക്ക് ഹുദവി ഹക്കി പറഞ്ഞതും താലിബാൻ പറഞ്ഞതും ഒന്ന് തന്നെ അല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ സ്ത്രീ, നിങ്ങളുടെ പുരുഷൻ തൻ്റെ ഭാര്യയെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നു ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് മുസ്ലിമത്തായ ഒരു ഗൈനക്കോളജിസ്റ്റിനെ, ഒരു സ്ത്രീയെ ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് നോക്കേണ്ടത് എന്നല്ലേ ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയല്ലേ താലിബാനും പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്, സിംസാറുൽ ഹക്കി വന്നിരിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യത്തായതുകൊണ്ട്, അവിടെ ഒരു ബഹുസ്വര സമൂഹമായതുകൊണ്ട്, മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ട്, മതം ഇല്ലാത്തവർ ജീവിക്കുന്നതായതുകൊണ്ട് അവിടെ സ്ത്രീകളാണെങ്കിലും മുസ്ലിമത്തല്ലാത്ത ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പുള്ളി അതിനൊന്ന് ഇളക്കി ഇങ്ങനെ മാറ്റിയിട്ട് തൻ്റേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഏതായാലും അങ്ങനെ ഒരു ഗതികേട് അല്ലെങ്കിൽ ഒരു ദുര്യോഗം നമ്മളുടെ താലിബാൻകാർക്കില്ല. കാരണം അവിടെ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഇസ്ലാമിക രാജ്യത്ത് എന്താണ് നിയമം എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ പഴകി പൊളിച്ച കാര്യം, ആ പരിഹാസം ഉള്ള കാര്യം, അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് തരാം വിശ്വാസികൾക്ക് വേണ്ടി. ഒരു ഇസ്ലാമിക രാജ്യത്ത് അവിടെ ആ പറയുന്ന നാട്ടിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക്, അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ മതം സ്വീകരിക്കുക, ഇസ്ലാമിലേക്ക് തിരിച്ചു ചെല്ലുക, അല്ലെങ്കിൽ കയറി ചെല്ലുക. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജിസിയ കൊടുത്തുകൊണ്ട് അവിടെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്.
മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, അതൊരു ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്നുള്ളതാണ്. കാരണം തലവെട്ടി കൊല്ലും. നിങ്ങൾ ഇത് രണ്ട് ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊല്ലപ്പെടും. അതാണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ആ ഓപ്ഷന് ശേഷം നമുക്ക് ശ്വാസം വലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ശ്വാസം വലിച്ചുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ പിന്നെ എന്താണ് ഈ പറയുന്ന നാട്ടിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ആയാലും ഇവിടുത്തെ സുഡാപ്പികളായാലും ഒക്കെ വലിയ വായിൽ വാദിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം, യഥാർത്ഥ ന്യൂനപക്ഷ വേട്ട നടക്കുന്നത് എവിടെയാണ്? ഇസ്ലാമിക ലോകത്താണ്. അവിടെയാണ് ഇവർ ഈ പറഞ്ഞ അതാത് സ്ഥലങ്ങളിലുള്ള കുർദുകളായാലും അതല്ലെങ്കിൽ മറ്റ് അഹമ്മദിയാക്കളായാലും അതുപോലെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ, ഷിയാക്കളായിട്ടുള്ള ആളുകളെ ഒക്കെ എങ്ങനെയാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? പാകിസ്ഥാനിലേക്ക് ഉള്ള ഹിന്ദു സമൂഹത്തെ, ക്രിസ്ത്യാനികളെയൊക്കെ എങ്ങനെയാണ് അവിടെയുള്ള ഭൂരിപക്ഷ ഇസ്ലാമിക സമൂഹം കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അപ്പൊ ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എവിടെയാണ്? അത് ഇസ്ലാമിക ലോകത്ത് തന്നെയാണ്. അതൊന്നും ഇവിടെ ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടെ മുതലെടുപ്പ് രാഷ്ട്രീയപരമായിട്ട് നടത്താൻ നോക്കുന്നത് ഒന്നും ഇനി വില പോകില്ല. അതൊന്നും ഇവിടെ ഇനി ഓടാനും പോകുന്നില്ല എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സാന്ദർഭികമായിട്ട്. നമുക്ക് തെളിവിലേക്ക് പോവാം. ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ, പെണ്ണ് ഡോക്ടർ ഉണ്ടോ, മുസ്ലിമത്തായവൾ? അങ്ങനത്തെ ഒരു ഡോക്ടറും ഒരു ഹോസ്പിറ്റലിലും കിട്ടണില്ല നമുക്ക് ആക്സസിബിൾ ആയിട്ട്. എങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ, ലേഡി ഡോക്ടർ ആവണം. അടുത്ത ചോയ്സ് അതാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവമായി തുടങ്ങി. അപ്പൊ ആദ്യം മുസ്ലിമത്തായ പെണ്ണ് ഡോക്ടർ, രണ്ട് മുസ്ലിമത്തല്ലാത്ത പെണ്ണ് ഡോക്ടർ. അപ്പൊ ആദ്യം രണ്ടും ആ സ്ത്രീകൾ ഓപ്ഷൻ എന്ന് പറയുന്നത് പെണ്ണ് ഡോക്ടർ എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മളുടെ താലിബാനും അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി ഗൈനക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഔറത്ത് കാണുന്നവരാണ്. പുരുഷന്മാരൊക്കെ പെണ്ണുങ്ങളുടെ ഔറത്ത് കണ്ടാൽ എന്താണ് അവസ്ഥ? പുരുഷന്മാർ ഇറങ്ങി നിന്ന് കൊടുക്കാണ്. മെയിൽ ഡോക്ടർക്ക്, പുരുഷനായ മുസ്ലിമോ അമുസ്ലിമോ ആയ ഡോക്ടർക്ക് പെണ്ണിന്റെ ഔറത്ത് പരിശോധിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കാണ് പുരുഷനായ ഭർത്താവ്. ഹറാമല്ലേ നമ്മളാ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റമുണ്ട്. പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് പ്രസവ സംബന്ധമായോ അല്ലാതെയോ പ്രസവത്തിന് പ്രത്യേകിച്ചും ഗൈനക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ടെങ്കിൽ മുസ്ലിമത്തായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. ഒരൽപ്പം അങ്ങ് കോട്ടക്കലിലേക്കോ ചെമ്മാട്ടേക്കോ യാത്ര ചെയ്താൽ പോലും നിങ്ങൾക്കതാണ് ഖൈർ. ഒന്ന് ദൂരെ പോയാലും അതാണ് ഖൈർ. അത് കിട്ടാനില്ല എങ്കിൽ നിങ്ങൾ മുസ്ലിമത്തല്ലാത്തൊരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ നോക്കണം. ഭർത്താക്കന്മാരിത് ശ്രദ്ധിക്കണം. പെണ്ണ് ഡോക്ടറെയും കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് മുസ്ലിമായ ഒരു പുരുഷൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പുരുഷ ഡോക്ടർ. പെണ്ണുങ്ങൾ കിട്ടാനില്ല, മുസ്ലിമത്തായ പെണ്ണിനെ കിട്ടാനില്ല. പെൺ ഡോക്ടർ, മുസ്ലിമല്ലാത്ത പെൺ ഡോക്ടറെയും കിട്ടുന്നില്ല. പിന്നെയാണ് മുസ്ലിമായ ഒരു ആൺ ഡോക്ടർ, അയാളെയും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് മുസ്ലിമല്ലാത്തൊരു അമുസ്ലിം ഡോക്ടറെ ഈ പെണ്ണിനെ ചികിത്സിക്കാൻ പറ്റൂ. ഇതാണ് ശർഇന്റെ നിയമം. നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഇത്? ഡോക്ടർ റൂമിലേക്ക് ആക്കിയിട്ട് ഇവൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ. അന്യപുരുഷന്റെ മുമ്പിൽ, അന്യപുരുഷനാണ് അയാൾ, അല്ലേ? ഡോക്ടർ അന്യപുരുഷനല്ലേ? മാ ഖലാ റജുലും മിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമ ശൈത്വാൻ. ഒരു പെണ്ണിന്റെ ദീന സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. ആ പെണ്ണിന് അന്യപുരുഷന്റെ കൂടെ ഇരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ ഫിത്നയുടെ സാധ്യത കുറവുണ്ടവിടെ. നമ്മളീ പറഞ്ഞ പരിഗണനകളൊക്കെ നോക്കിയിട്ട് ഫീമെയിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല, ഫീമെയിൽ നോൺ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല, മെയിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല. പിന്നെയാണ് നിങ്ങൾക്കൊരു നോൺ മുസ്ലിം മെയിൽ ഡോക്ടറെ നോക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ പുരുഷന്മാരായ മുസ്ലിമോ നോൺ മുസ്ലിമോ ആയ ഒരു ഡോക്ടറെ കാണിക്കുമ്പോ നിങ്ങൾ കൂടെ നിന്നു കൊടുക്കണ്ടേ? നിങ്ങളവിടെ ശ്രദ്ധിക്കണ്ടേ? പെണ്ണിനെ അനസ്തേഷ്യ ചെയ്തു കഴിഞ്ഞാൽ, ബോധം കെടുത്തിക്കളഞ്ഞാൽ അവരുടെ ഔറത്ത് വെളിവാകുന്ന അവസ്ഥ വരും. പുരുഷന്മാരായ നഴ്സുമാരവിടെ കാണും, പുരുഷന്മാരായ മറ്റു ഡോക്ടർമാർ വന്ന് നോക്കില്ലേ? ഒരു പെണ്ണിന്റെ ഔറത്ത് അന്യപുരുഷന്മാർ കാണുന്നത് ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ പേര് ദയ്യൂസ് എന്നാണ്. നാളെ അള്ളാഹു മുഖത്ത് പോലും നോക്കില്ലെന്നാണ്. സ്വന്തം കുടുംബത്തിലെ ഹറാമ് നടക്കുമ്പോ എനിക്കത് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന കുടുംബനാഥൻ, അവരെ പേരാണ് നബി തങ്ങൾ പറഞ്ഞ് ദയ്യൂസ്. അവരെ അള്ളാഹു നോക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല കരുതലോടെ നിൽക്കണേ പെണ്ണുങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചോളി. പ്രസവിച്ചു വരാന്ന് വിചാരിച്ചു പോവല്ലേ. നിങ്ങൾക്ക് അനുയോജ്യരായ ഡോക്ടർമാരെ നോക്കിക്കോളി, ആൺ ഡോക്ടർമാരെ നോക്കി ഓടണ്ട. ദയവ് ചെയ്ത് പെണ്ണുങ്ങളൊന്ന് ഗൈനക്കോളജിസ്റ്റുകളായി പഠിച്ചോളൂ. കുറെ നല്ല ഡോക്ടർമാർ, ഫീമെയിൽ മുസ്ലിം ഡോക്ടേഴ്സ് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടു കാണും എന്താണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. ദീൻ സംരക്ഷിക്കുക